നമസ്കാരം. നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിൽ പ്രധാനിയായ അമർത്യ സെന്നിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തിനികേതൻ. ആ ശാന്തിനികേതനിൽ 1933 ഒരു കുഞ്ഞു പിറന്നു. ടാഗോർ ആ കുട്ടിക്ക് അമർത്യ സെൻ എന്നു പേരിട്ടു. ടാഗോർ പേരിട്ട ആ കുട്ടി 65 വർഷം കഴിഞ്ഞപ്പോൾ ടാഗോറിനെ പോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായി നൊബേൽ സമ്മാനം നേടി. സാമ്പത്തിക ശാസ്ത്രത്തിലെ മികവിന് 1998 നൊബേൽ സമ്മാനം നേടിയ അമർത്യ സെന്നിൻ്റെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് അമർത്യ സെൻ. ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാലയിൽ രസതന്ത്ര വിഭാഗം അധ്യാപകനായിരുന്ന അശുതോഷ് സെന്നിൻ്റെയും അമിതാ സെന്നിൻ്റെയും മകനായാണ് അമർത്യ സെൻ ജനിച്ചത്. ധാക്കയിലായിരുന്നു അമർത്യയുടെ ബാല്യകാലം. അവിടുത്തെ സെൻറ്റ് ഗ്രിഗോറിയോസ് സ്കൂളിൽ ചേർന്ന് അമർത്യ സെൻ പഠനം തുടങ്ങി. അക്കാലത്തെ പേരുകേട്ട വിദ്യാലയമായിരുന്നു ശാന്തിനികേതൻ. മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ശാന്തിനികേതനെ വെല്ലാൻ മറ്റൊരു സ്കൂളും അന്ന് ഭാരതത്തിലുണ്ടായിരുന്നില്ല. ശാന്തിനികേതനിൽ പിറന്ന മകനെ അവിടെ തന്നെ ചേർത്തു പഠിപ്പിക്കണം എന്നാഗ്രഹിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം ഒടുവിൽ സഫലമായി.